വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഈ ടെക്നിക്ക് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. 2 രീതിയിൽ ചെയ്യുന്നതും ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എന്താഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അത് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം നല്ല ഒരു ഗ്ലാസ്സിലെടുത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഗ്ലാസ്സിനായിരിക്കും ചെന്ന് ആ വെള്ളത്തിനോട് നിങ്ങളുടെ ആഗ്രഹം പറയുക. ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഒരു 3 തവണ ആ വെള്ളത്തിനോട് മന്ത്രിക്കുക. നിങ്ങൾ വളരെ ഉച്ചത്തിലല്ല പറയുന്നത്, തീരെ സൈലൻറ്റും അല്ല, എന്നാൽ ഒരു മന്ത്രിക്കുക എന്നുള്ള പറയുന്നത് നമ്മൾ ചെവിയിൽ പറയുന്നത് പോലെ ആ വെള്ളത്തിനോട് പറയുക, ഗ്ലാസ്സിലുള്ള വെള്ളത്തിനോട് 3 തവണ. അത് ഓരോ തവണ പറയുമ്പോഴും നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യുക. ഇത് ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഐശ്വര്യത്തെ ആകർഷിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സമ്പത്തിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗോള്, നിങ്ങൾക്ക് ഇത്ര പണം വേണം, ആ രീതിയിലും നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾക്കത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ സംഭവിക്കുന്നതായിട്ടോ ഒരു പ്രസൻറ്റ് ടെൻസിലായിരിക്കും നിങ്ങളത് പറയേണ്ടതെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങളൊരു ആഗ്രഹം എഴുതിയിട്ടിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ആ സമയത്ത് കൃത്യമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ സംഭവം ഇതാണ്. ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ, നല്ലൊരു ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം നിറച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അരികിൽ നിന്ന് നിങ്ങളൊരു 3 തവണ വളരെ കാമായിട്ട്, ശാന്തമായിട്ട്, വളരെ സ്ലോയിൽ അതിനോട് മന്ത്രിക്കുക 3 തവണ. അതിനുശേഷം ആ വെള്ളം നിങ്ങളെടുത്ത് കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ വെറുതെ വെള്ളം ദാഹിക്കുമ്പം പെട്ടെന്ന് എടുത്ത് കുടിക്കുന്ന പോലെയല്ല. നിങ്ങൾ ഓരോ സിപ്പും നന്നായി വായിൽ ടേസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ വായിൽ ഫീൽ ചെയ്ത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് ഫീൽ ചെയ്ത്, ആ വെള്ളം നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു, ശരീരം അബ്സോർവ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. വെറുതെ ഇമാജിൻ ചെയ്യാമെന്നല്ല ഞാനിവിടെ പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഫീൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഓരോ തുള്ളി വെള്ളവും അല്ലെങ്കിൽ ഓരോ കവിൾ വെള്ളവും അതേപോലെ ഫീൽ ചെയ്ത് കുടിച്ചിറക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ടെക്നിക്ക്. ഇനി ഇത് വേറൊരു രീതി, ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് വേറൊരു രീതിയിൽ ചെയ്താൽ അതെങ്ങനെയായിരിക്കും? അത് നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ പോകുമ്പം ഇതേപോലെ തന്നെ നിങ്ങൾ ആ വെള്ളത്തിൽ മന്ത്രിക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൽ ഇതുപോലെ മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം അത് അടച്ചു വയ്ക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. കുടിക്കുന്ന രീതിയല്ല അതുപോലെ തന്നെ, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ രാത്രിയിൽ മന്ത്രിച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഉണർന്നെഴുന്നേറ്റ് നിങ്ങൾ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2ാമത്തെ രീതി. 2ാമത്തെ രീതി യഥാർത്ഥത്തിൽ വളരെ പവർഫുള്ളാണ്. അതാണ് കൂടുതൽ ശക്തിയുള്ളത് ആദ്യത്തേനേക്കാളും. പക്ഷേ ആദ്യത്തെ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ചേഞ്ച്, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ മാറാനോ ഒരു ആത്മവിശ്വാസത്തിനൊക്കെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. 2 രീതിയും വളരെ പവർഫുള്ളാണ്, ഇഫക്റ്റീവാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ധാരാളം റിച്വൽസ് ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം ടെക്നിക്കുകളുണ്ട്, ധാരാളം മാജിക് നമ്പേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇതൊക്കെ ചെയ്യുന്നവർക്ക് റിസൾട്ടും കിട്ടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാജിക്കലി എന്തോ അട്രാക്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ഈ ടെക്നിക്കുകളൊക്കെ നിങ്ങളുടെ ആന്തരിക പരിവർത്തനത്തിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇന്നർ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ന്യൂറൽ പാത്ത് ഡെവലപ്പ് ചെയ്യുന്നതിനകത്തും നിങ്ങളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആന്തരികമായ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ആന്തരികമായ മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരിക മാറ്റത്തിനായിരിക്കണം നിങ്ങളുടെ ഊന്നൽ കൊടുക്കേണ്ടത്, അതിനായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. അല്ലാതെ മാജിക് റെമഡി തപ്പി പോകുന്നവർക്ക് പലപ്പോഴും നിരാശയും ഉണ്ടാകാറുണ്ട്. കാരണം ചിലപ്പോൾ ഒരു മാജിക് റെമഡി കൊണ്ട് മാത്രം നിങ്ങളിൽ ആന്തരിക പരിവർത്തനം സംഭവിക്കണമെന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള എല്ലാ ടെക്നിക്കുകളും നിങ്ങളിൽ ഒരു ആന്തരിക മാറ്റത്തിന് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് സത്യം. അതായത് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഒരു ആന്തരിക മാറ്റം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു ആന്തരിക മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.